വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഈ പിന്നെ പുഷ്പയുടെ കാര്യം പറയാണ്. പുഷ്പയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സീനുണ്ട്. അതിലൊരു സീനിൽ ഈ പറഞ്ഞ ഇയാളുടെ ഒരു ഈഗോ തമ്മിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പുഷ്പ എന്നുള്ള ക്യാരക്ടറിനെ മുഴുവനായിട്ട് ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് പിന്നെ ഈ ബ്രാൻഡിനെ കുറിച്ചും ലേബലിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നിന്റെ സർനെയിം എന്താണ്, വീട്ടുപേരെന്താണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ആത്മാഭിമാനം തകർക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിന്റെ ഒരു കൊറിയോഗ്രഫി നോക്കിയാലും അവിടെയും ഫഹദിന്റെ ക്യാരക്ടർ മാനറിസം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ആ ക്യാരക്ടറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ കൊടുക്കുകയാണ്. ആരാണ് ഈ ക്യാരക്ടർ എന്നുള്ളത്, ഇയാളുടെ ഒരു മിഷൻ എന്താണ്, അയാളുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ്. നോർമലി കമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെയല്ലല്ലോ പ്ലേ ചെയ്യാറുള്ളതും അത്തരം ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ഫഹദിനെ പോലത്തെ ഒരു ആക്ടർ, ഒരു ഇന്റൻസ് പ്ലെയർ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ അങ്ങനെ ഉപയോഗിച്ചെടുക്കാമെന്ന് ആളുകൾ കരുതുന്നതാണോ? അവിടെ ഒരു കളക്റ്റീവ് കോൺട്രിബ്യൂഷൻ പോലെയൊക്കെ വരുമോ? എങ്ങനെയാണ്? അല്ല, സുസാർ ആദ്യം എന്നോട് വന്ന് പറയുന്നത് ആ സീനാണ്, ഈ പോലീസ് സ്റ്റേഷനിലെ സീൻ. അപ്പം ഞാൻ ആദ്യം സൂസാറിനെ മീറ്റ് ചെയ്യുമ്പം പുഷ്പ 1 പുഷ്പ 2 ഇല്ല, ഒരു പുഷ്പേ ഉള്ളൂ. പോലീസ് സീൻ കഴിഞ്ഞിട്ട് ഒരു സീൻ കഴിഞ്ഞ് ഇന്റർവെല് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ പോർഷൻസ് ഉള്ളത്. പിന്നെയാണ് ലേറ്റർ പോയിന്റിൽ സൂസാർ ഡിസൈഡ് ചെയ്തത് 2 പാർട്ടായിട്ട്. കാരണം ഇത് ആക്ച്വലി റെഡ് സാൻഡൽവുഡ് സൂസാർ ആക്ച്വലി ആദ്യം ഒരു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യായിരുന്നു, സീരീസ് ആയിട്ട് ചെയ്യായിരുന്നു. അപ്പൊ അത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പം എന്നോട് അത്രയുണ്ട്. അപ്പൊ എന്നോട് ഈ അടുത്ത് സംസാരിച്ച് പറഞ്ഞു, വി ഹാവ് സ്കോപ്പ് ഫോർ പുഷ്പ 3 ഓൾസോ. അത്രയും മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം സൂസാർ ഒരു പോയിന്റിൽ പറയുന്നത് നമുക്ക് ആക്ച്വലി ഇത് ഒരു സെക്കൻഡ് പടമായിട്ട് പിച്ച് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ പടം കൊണ്ട് എനിക്ക് ആക്ച്വലി വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ അവന്റെ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യും. അവനവന്റെ മദറിന്റെ ആഗ്രഹം, ഇവന് ആസ് എ ചൈൽഡ് ഉണ്ടായ എല്ലാ ഇൻസൾട്ട്സും ഇതെല്ലാം ഓവർകം ചെയ്ത് എല്ലാ അച്ചീവ്മെന്റും, പവറാണല്ലോ മെയിൻ, ഇതെല്ലാം അച്ചീവ് ചെയ്തെടുത്ത് മേളിൽ എത്തുമ്പോഴത്തേക്കും ഒരാള് വന്നിട്ട് ഇവന് ആദ്യം ഉണ്ടായ ഇഷ്യൂ തന്നെ പറയുക, അതായത് ഇവന് ഇത്രയും നാള് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന ഇഷ്യൂ, ഈ ഇഷ്യൂ ഫൈറ്റ് ചെയ്യാനാണ് ഈ ജേർണി ലൈഫിൽ നടത്തിയത്. അതെല്ലാം കഴിഞ്ഞവൻ അറ്റത്ത് നിൽക്കുമ്പോൾ ഒരാളൊന്ന് പറയാണ് അതെന്തായി എന്ന് പറഞ്ഞ് അങ്ങനെ അഡ്രസ് ചെയ്യുന്നൊരു സാധനം എനിക്ക് വേണ്ടത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പാർട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ആക്ച്വലി പുഷ്പ 1 എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ഈ പടം കൊണ്ട് നിർത്തണം, എന്നിട്ട് വേണം നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാൻ. പുള്ളി എനിക്ക് അത്രയാണ് എന്നെ ബ്രീഫ് ചെയ്തത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത്, എനിക്ക് ലൈൻസ് ഞാൻ മുമ്പ് തന്നാലും ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ലൈൻസ് മാറ്റും, എത്ര സമയം വേണമെങ്കിലും കൊടുത്തു. എന്നോട് പറയാം അന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യണ്ടെന്ന് പറയാം, പക്ഷെ നമുക്ക് ഈ സീൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു ഫിൽം മേക്കർ വന്ന് നമ്മളോട് പറയുമ്പം എത്ര ടൈം എടുത്തോ. അപ്പൊ ബണ്ണി അങ്ങനെ തന്നെയായിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പൊ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ ലൈൻസ് മാറ്റും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് തെലുങ്ക് പറയാൻ ശ്രമിക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അഗൈൻ ഇറ്റ് വാസ് എ കമ്പൈൻഡ് എഫേർട്ട്. ഇപ്പൊ അവിടെയുള്ള എല്ലാവരും എനിക്കത് പഠിക്കാനുള്ള സൗകര്യവും ടൈമും എല്ലാം സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര ഹാപ്പിനെസ് തരുന്ന പ്രോസസ്. ഇയാള് ഈ എന്താ പറയുന്നത്, ഈ സ്ലോ കില്ലിംഗ് ആളാണ്. ഒരു കാര്യം പോയിന്റില് ഡയറക്റ്റ് ടു പോയിന്റ് അല്ല, പുള്ളി ഇതിങ്ങനെ പിടിച്ച് കറങ്ങി തിരിഞ്ഞ് വന്നൊക്കെയാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പം സുസാർ എന്ന് പറഞ്ഞത് ഈ ഇപ്പൊ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നതല്ല പുള്ളിയുടെ ഷെക്കാവത്തിന്റെ ക്യാരക്ടറിന്, ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നതല്ല അയാളുടെ മിഷൻ, അത് പ്രോസസ്സാ പുള്ളിയുടെ. പുള്ളി ഇൻസൾട്ട് ചെയ്യത്തില്ല, ഇൻസൾട്ട് ചെയ്യാൻ പോകുന്ന ആ പ്രോസസ്സ് വരെ എത്തും. ആ പ്രോസസ്സാണ് പുള്ളിയുടെ ഹൈ. ആ പ്രോസസ്സിൽ മറ്റേയാളുടെ സഫറിങ് ആണ്. അപ്പൊ ഇത് സൂസാർ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അപ്പൊ ഇത് ഇനിയും ടൈം എടുത്തെന്ന് പറയും, ഇനിയും ടൈം എടുത്തു. ഇനി ഇപ്പൊ ഒരു ഡയലോഗ് നമുക്ക് പറയാൻ ഈ സമയം ഉണ്ടല്ലോ, ഈ സമയത്തിനുള്ളിൽ നാച്ചുറലി പറയുമ്പോൾ പുള്ളിനോട് പറയും ഇത് ടേക്ക് 3 times, ഒരു 3 ഇരട്ടി സമയം എടുത്തിട്ട് ഇത് പറഞ്ഞു നോക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്തത്. അത് കംപ്ലീറ്റ്ലി പുള്ളിയുടെ കോള് തന്നെയായിരുന്നു. അല്ല, ഇത് എനിക്കിത് പുതിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, ഒരു പുതിയ പ്രോസസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ഇവരെല്ലാരും കമേഴ്ഷ്യൽ സിനിമയാണ് ഉണ്ടാക്കുന്നത്, ഓരോരുത്തരുടെയും പ്രോസസ്സ് ഓരോന്നാണ്. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഭാഗ്യമാണ് ഈ ഓരോരുത്തരുടെ പ്രോസസ്സിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ
ഏതാണ്ട് എല്ലാ ഫഹദ് സിനിമകളും പുറത്തു വന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ പറയും ഫഹദിന്റെ സിനിമയിലെ കരച്ചിലും, ഞാൻ നേരത്തെ പറഞ്ഞ നടത്തം എന്ന് പറഞ്ഞ പോലെ കരച്ചിൽ, ഇത് മഹേഷിന്റെ കരച്ചിലാണെങ്കിൽ ഇത് അമറിന്റെ കരച്ചിലാണ് എന്ന് പറയുന്നതിൽ നമ്മൾ വേറിട്ടറിയാവുന്ന രീതിയിലേക്ക് കരച്ചിലിനെ പ്ലേസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഉള്ളിൽ ഇപ്പം ഫഹദിന്റെ ഒരു ആക്ടറിന്റെ ഒരു റീഇൻവെന്റ് ചെയ്യുന്ന പോലെ ഒരു സംഗതി ഫീൽ ചെയ്തതാണ് ഈ അന്നയുടെ മരണത്തിന് പിന്നാലെ റസൂൽ അത് നോക്കി നിന്നെടുത്തുള്ള ഇമോഷൻ. അത് ഉള്ളിലേക്ക് വിങ്ങി ഉള്ളിലേക്കുള്ള ഒരു കരച്ചിലായിട്ട് കാണാം. അതേസമയത്ത് ഇത് ഭയങ്കര അലറി വിളിച്ച് കരയുന്ന പിന്നെ ക്യാരക്ടർ കണ്ടിട്ടുണ്ട്, ഈ വിക്രത്തിൽ കാണുന്നുണ്ട്, ഇപ്പൊ മലയൻ കുഞ്ഞിലും കരച്ചിൽ കാണുന്നുണ്ട്. ഇപ്പൊ ആളുകൾ പലപ്പോഴും പറയുന്നുണ്ട് ഒരു ആളുകളുടെ ഒരു ഇന്റൻസ് പ്ലേയിൽ അല്ലെ ഇമോഷൻസിന്റെ കാര്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫഹദ് എന്ന് പറയുന്ന റിയൽ ബീയിങ്, റിയൽ ആയിട്ടുള്ള ആളുകളുടെ കരച്ചിൽ ചിലപ്പോൾ ഇത് എൻ്റയർലി വേറൊന്നായിരിക്കല്ലോ. ഈ ക്യാരക്ടറിന് വേണ്ടി കരയുക എന്നുള്ളത് അതെനിക്കൊന്നത് ഏറ്റവും പേഴ്സണലായിട്ട് നമുക്ക് കൂടി ആ കരച്ചിൽ അനുഭവപ്പെടുത്താവുന്ന വിധത്തിൽ ഫഹദ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് ഓരോ ക്യാരക്ടറിന്റെ ഘട്ടത്തിൽ ചെയ്യാറുള്ളത്? എനിക്കിത് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിത് വിസിബിളി പഠിക്കുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബി കാണുമ്പോഴാണ് എനിക്കിത് ഓരോ ക്യാരക്ടറും ഓരോ രീതിയിലാണ് കരയുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് 2002-ലോ 2003-ലോ ആണ്. അതിനു മുമ്പും ഞാൻ എവിഡന്റ്ലി ഇത് തിരിച്ചറിയുന്നത്. എന്ന് വെച്ചാൽ പടം തുടങ്ങിയപ്പോ മുതൽ ഈ മേരി ടീച്ചറായിട്ടുള്ള ബന്ധം, ബിലാലും മേരി ടീച്ചറായിട്ടുള്ള ബന്ധം പടം തുടങ്ങിയപ്പോ തൊട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ബിലാൽ എങ്ങനെ കരയും എന്നുള്ളത്, ബിലാൽ കരയോ, കരയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാഞ്ഞൊരു കാര്യമാണ്. ഈ 4ാമത്തെ അനിയനെ കൊന്നു കഴിയുമ്പം ആരോ വീട്ടിൽ പുള്ളി ഈ ബോഡിയുടെ അടുത്ത് പോയി നിന്നിട്ട് പുള്ളി കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡിയുടെ അടുത്ത് ബാലയുടെ ക്യാരക്ടർ ഇരിക്കുന്നുണ്ട്. ഈ ബിലാൽ കരയുന്ന ആക്ച്വലി ബാലയുടെ ഇങ്ങനെ അടിച്ചിട്ട് അയാൾ കരയുന്നത്. മുഖം അനങ്ങുന്നില്ല, കൈ മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ. എനിക്ക് ആക്ച്വലി അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഓരോ ആൾക്കാരും ഓരോ ക്യാരക്ടേഴ്സും കരയുന്നതിൽ വ്യത്യാസം. ചിലർ നമ്മളിപ്പോ ഒരു ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജും ഡീറ്റെയിലിംഗ് ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരും. അത് സുലൈമാൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് ഒരു എഴുത്തിന്റെ കൂടെ ഇരുന്ന് എഴുതിയ സാധനം ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കുറെ കൂടെ നാച്ചുറൽ ആയിട്ട് ഇവോൾവ് ചെയ്യും. ചില സമയങ്ങളിൽ കരയാനേ തോന്നത്തില്ല നമുക്ക്. അപ്പൊ അത് കൂടുതലും അത് നമ്മളത് ഒരു സ്ക്രിപ്റ്റിൽ ചിലപ്പം ക്ലൈമാക്സും തൊട്ട് മുമ്പ് ഭയങ്കര കരയുന്ന ഒരു സീനായിരിക്കാം. പക്ഷെ പടം ഷൂട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ചിലപ്പോൾ അവിടെ കരയേണ്ടതായിട്ട് വരില്ലായിരിക്കും. മോസ്റ്റ് ഓഫ് ദി ടൈം അത് നമ്മൾ ഏത് നാരറ്റീവ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഈ എന്താ പറയാ, ബോറാകുമ്പോഴത്തേക്കും മഹേഷൊക്കെ പറഞ്ഞിരുന്നു ഓറാണ്. ഈ അത് മഹേഷ പറഞ്ഞു വേണു സാറിനോട് ഈ കാർബണിന് ശേഷം സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ പിന്നെ ഫഹദ് ചെയ്യുന്നതെല്ലാം കുറച്ച് ഒരു ഡിഗ്രി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ബോറാവും. പക്ഷെ അത് എവിടെ പിടിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം വെച്ചാൽ ഈ ആ പറച്ചിലിന്റെ ഒരു പോസിറ്റീവ് വശം നിലനിൽക്കെ തന്നെ ഇത് ആളുകൾ വളരെ ഫ്രീ ആയി കാണുമല്ലോ. അപ്പം ഫഹദാണ്, പുള്ളി കൈ നിട്ടോളും, ഫഹദായിരിക്കും, ഫഹദ് ചെയ്യുന്നോളും. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ആക്ടർ, റൈറ്റർ, ഡയറക്ടർക്കൊക്കെ അത് കുറച്ചുകൂടി ഫ്രീഡം ആയി വരില്ലേ. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഫഹദായിരിക്കും അത് റിയാക്ട് ചെയ്തോളും എന്നുള്ളത്. അത് അങ്ങനെ എവിടെയെങ്കിലും കോൺഷ്യസ് ആയിട്ട് ഒരു കൺസേൺ ആയിട്ട് വരുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ ഓരോ സിനിമയിലേക്ക് പോകുന്ന സമയത്തും ഞാൻ പോയി ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ആദ്യം പോയി ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം തുടങ്ങുന്ന എപ്പോഴും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇതാണ് സാധനം. അപ്പൊ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് പിടിച്ചിട്ടാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. എപ്പോഴും ഞാൻ ചെയ്യുന്ന സാധനം കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ഫസ്റ്റ് ചെയ്യുന്നില്ല. അത് റീസെന്റ് ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും ഇൻക്ലൂഡിങ് മാറി സെൽവരാജ്, സാറേ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാത്തൊരു സാധനം ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഇപ്പൊ അൻവറിന് ഇപ്പൊ ഒരു ഷോട്ട് കണ്ട് എല്ലാം ഓക്കെ ആന്ന് വെച്ചോ. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് പറയും മച്ചാനെ എനിക്കെല്ലാം ഓക്കെയാണ്, പക്ഷെ ഏതൊരു പടത്തിൽ കണ്ടുപോലുണ്ട്, കണ്ടിട്ട് ഡിസൈഡ് ചെയ്തോളാന്ന് പറയും. അപ്പൊ നമ്മൾ കാണുമ്പോൾ ശരി ഏതോ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടെ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ അറിയാവുന്ന ഫിൽം മേക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവര് ക്ലിയർലി നമ്മളൊന്ന് എന്താ പറയാ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കും. അതായത് ഒരു സ്ക്രിപ്റ്റ് കേട്ടു, ഓക്കെ ഡേറ്റ് കൊടുക്കുന്നു, പടം ചെയ്യാന്ന് വരുന്നു, ആ സമയത്തേക്ക് വന്നിറങ്ങി സിനിമ കഴിഞ്ഞ് ഡബ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. അതിന്റെ എൻ്റെ പ്രോസസ്സിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് വരുന്നത്.
അപ്പൊ ഇത് ശരിക്ക് ഞാൻ വന്ന ഒരു ആക്ടർ കൂടിയാണല്ലോ, അതിപ്പോൾ കുറച്ചുകൂടി ഹെക്ടിക് ആയ ഒരു പരിപാടി ചെയ്ത് പോകുന്ന സമയത്ത് ഇമോഷണലിയോ ഏതെങ്കിലും ഘട്ടത്തിൽ അതിൽ നിന്ന് പുറത്ത് കടന്ന് അടുത്ത പടത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു ഗ്യാപ്പ് കൂടിയ പ്രോസസ്സോ, അല്ലെങ്കിൽ അതിലിപ്പം ഫോർ എക്സാമ്പിൾ ജോജി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ജോജിയുടെ പാക്കപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വെരി നോർമൽ, ബാക്ക് ടു നോർമൽ, ഈ പടങ്ങളുടെയൊക്കെ ഇപ്പോൾ ട്രാൻസ് ആണെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കഴിഞ്ഞിട്ട് അതേ എനർജിയിൽ തിരിച്ചു, അതായത് ലൊക്കേഷനിലേക്ക് വന്ന എനർജിയിലൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണോ? അതിൻ്റെ ഒരു ട്രോമാറ്റിക് സ്റ്റേജ് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഇമോഷണൽ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുവരുമോ, കടന്നു വരുമോ, അങ്ങനെയുണ്ടോ? അത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണോ? കട്ട് ഓഫ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇപ്പൊ ഭയങ്കര എവിഡന്റ്ലി കട്ട് ഓഫ് ചെയ്യും, എവിഡന്റ്ലി കട്ട് ഓഫ് ചെയ്യും. ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇപ്പം വിക്രമൊക്കെ ഒരു ഷെഡ്യൂളിലൊന്നും അല്ല, 7-8 ഷെഡ്യൂളിലെത്തിയിരുന്നു. അപ്പൊ ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇപ്പം ചിലപ്പോൾ 10 ദിവസം കാണും, ചിലപ്പോൾ 15 ദിവസം കാണും, ചിലപ്പം 2 ദിവസമായിരിക്കും. അപ്പം എനിക്ക് ആ ദിവസങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി തോട്ട് ഫ്രീ ആയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കട്ടിങ് ഓഫ് ആണ് ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. ഒരു ഷൂട്ട് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി തിരിച്ച് കൊച്ചിയിലേക്ക് എത്തുമ്പോഴത്തേക്കും തിരിച്ചവിടെ ചെല്ലുന്ന ഈ ആലോചന ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ട്, അതല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫിസിക്കലി മെന്റലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എഡിറ്റ് കാണാൻ തോന്നും, അങ്ങനെയൊക്കെയുള്ള. അതെ, എന്താ അറിയോ, അത് ബേസിക്കലി ഞാൻ എന്റെ കാര്യത്തിൽ ഇൻസെക്യൂർ ആയതുകൊണ്ട് ഞാനത് കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, ഞാൻ നശിപ്പിച്ചോ, എനിക്ക് അങ്ങനത്തെ പേടികളാണ്. അല്ലാതെ മറ്റുള്ളവരുടെ ക്രാഫ്റ്റിന് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ക്രാഫ്റ്റ് കാണാൻ വേണ്ടിയല്ല ഞാൻ എഡിറ്റ് പോയി കാണുന്നത്. ഞാൻ എല്ലാവരോടും പറയും, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയും, എനിക്ക് ഒരിക്കലും വേറൊരാളുടെ ക്രാഫ്റ്റ് കാണാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കേ ഞാൻ പോയി കാണാറുള്ളൂ. പക്ഷെ ഇപ്പൊ കുറെ കൂടെ സൗകര്യം ഉണ്ടല്ലോ നമുക്കിപ്പം. നമ്മളിപ്പോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ ഒരു ഓർഡർ ഒക്കെ കാണാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും. ഈ റഹ്മാൻ ഈ പ്രൊജക്റ്റിലേക്ക് വന്നതും അതിന്റെ ശേഷമുള്ള ഒരു പ്രോസസ് എന്താണ്? ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ പടം ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ് സെക്കൻഡ് ഹാഫില് പടത്തിന്റെ ഒരു 80% ഡയലോഗ്സ് ഇല്ല പടത്തിൽ. ഡയലോഗ് ഇല്ലെന്ന് മാത്രമല്ല, 1 ആക്ടർ ഫിലിമാണ്, ഒരു ആക്ടറേ ഉള്ളൂ. അപ്പൊ ഈ നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പടത്തിന്റെ മിഡ് പോയിന്റ് വരെ അനിക്കുട്ടൻ അനി എന്താന്നുള്ളൊരു കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കഥയിൽ നിന്ന് ഒരു ട്രാവൽ ആണ് നമുക്ക് വേണ്ടത്. ആ കഥ നിർത്തിയിരിക്കുന്ന ഒരു പോയിന്റ് തൊട്ട് ട്രാവൽ ചെയ്ത് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തണം. അപ്പൊ ആ ട്രാവൽ അത്രയും സ്ക്രീൻ പ്ലേയില് വളരെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ മഹേഷിനോട് പറയുന്നത് ഹൈലി മ്യൂസിക്കൽ ഫിലിമാണ്. അപ്പൊ മഹേഷ് അങ്ങനെയല്ല എഴുതിയിരുന്നത്. മഹേഷ് അതിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു റഫ് എഡിറ്റ് ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടീമിൽ എല്ലാരും ഒരു തോട്ടിലെത്തി പടം ഹൈലി മ്യൂസിക്കലാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മള് പല ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു ദിവസം അരുൺ സ്വാമി സാർ വിളിച്ചു. അരുൺ സ്വാമി സാറായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, എന്താ ഓഡിയോ ഷൂട്ടിംഗ് ഫോർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പൊ ഒന്നും എന്താ ഷൂട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, ഞാൻ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ക്രൈസിസ് ഇരിക്കുകയാണ് ഞാൻ, എനിക്കൊരു മ്യൂസിക് ഡയറക്ടറിനോട് ഇത് പിച്ച് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സാറിനോട് ഫോണിൽ ഒരു 10 മിനിറ്റിൽ ഈ കഥ പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, സ്പീക്ക് ടു റഹ്മാൻ, ഹീസ് യുവർ മാൻ എന്ന് പറഞ്ഞു. പുള്ളിയുടെ ടൈം ലൈനും അതൊന്നും എനിക്കറിയില്ല. സ്പീക്ക് ടു ഹിം, ഹീസ് യുവർ മാൻ. സ്പീക്ക് ടു ഹിം എന്ന് പറഞ്ഞു. അതിൽ ഫോണിൽ കിട്ടില്ല, ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇമെയിൽ ചെയ്തു. ഞാനൊരു വൈകിട്ട് 7 മണിക്ക് ഇമെയിൽ ചെയ്ത് രാത്രി 1 മണിയായപ്പോൾ എനിക്ക് കോൾ വന്നു. അപ്പൊ ഞാൻ സാറിനോട് പറയുന്നത് ഒന്നുമില്ല സാറേ, ഞാൻ പടം ചെയ്തിട്ടുണ്ട് സാറേ, പടം കണ്ടിട്ട് സാറിന് എന്താ തോന്നുന്നു വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ ദുബായിലാന്ന് പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാനും മഹേഷും കൂടെ ദുബായി പോയി. ഞങ്ങൾ പോയി അന്ന് ഈവനിങ് തന്നെ പുള്ളി ഞങ്ങളെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പടം കണ്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ തൊട്ട് പുറകിലായിരുന്നത്. അപ്പൊ എനിക്ക് പുള്ളിയെ റീഡ് ചെയ്യണം. എനിക്ക് പുള്ളി എങ്ങനെയാണ് പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പടം കാണുന്നത്. അപ്പൊ പടം തുടങ്ങി ഇൻട്രോയിലൊക്കെ പുള്ളി പറഞ്ഞു കണ്ടിന്യൂ. ഞാൻ സാറിന് ബ്രേക്ക് എടുക്കാം, എനിക്ക് തീർക്കാന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പുള്ളി പ്ലേ ചെയ്ത. ഈ സെക്കൻഡ് ഹാഫ് പുള്ളി ഇങ്ങനെയൊക്കെ ഇരുന്നാ കാണുന്നത്. എനിക്ക് ഭയങ്കര എവിഡന്റ്ലി കാണാം. നമ്മൾ ഈ പറഞ്ഞ ക്ലോസ്ട്രോഫോബിക് സാധനം എനിക്ക് ഭയങ്കര എവിഡന്റ്ലി കാണാം. അത് ഞാൻ ഈ പടം കാണിച്ച എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, ദിലീഷിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതാണ് പടത്തിന്റെ കഥ. അതാണ്
അവിടെ നിന്ന് കിട്ടുന്ന റിലീഫാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കിട്ടുന്നത്. അപ്പം പുള്ളി പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച്, പടം കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം പുള്ളി ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ച്, വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് റിലീഫാണ് സാർ വേണ്ടതെന്ന്. എനിക്ക് സെക്കൻഡ് ഹാഫിൽ റിലീഫാണ്. സാറ് പോയതില്ലേ, അതിനൊരു എനിക്കൊരു ഇമോഷണൽ ഒരു ജേർണി വേണം. അപ്പൊ അതിൽ റിലീഫ് കൊണ്ടുവന്നാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി സോങ്സ് വേണ്ടെന്ന് പറഞ്ഞു. സോങ്സ് എല്ലാം എന്റെ ആൽബം വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സാർ ഐ നോട്ട് ബോദർഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് ഇതിനകത്ത് മെയിൻ വേണ്ടത് സാറിന്റെ OST-ആണ്. പുള്ളി പറഞ്ഞു, ഓക്കെ ലെറ്റ് മീ സിറ്റ് ഓവർ എന്ന് പറഞ്ഞു. പുള്ളി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതിൽ കുറെ സ്ഥലങ്ങളിൽ പാട്ടുകൾ യൂസ് ചെയ്യാം, കുറെ സ്പേസസ് ഉണ്ട്. പിന്നെ പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ RRന്റെ കൂടെ ഓരോ സോങ് ഓപ്ഷൻസ് ഇങ്ങനെ അയച്ചു തരും. പിന്നെ ഒരു ജേർണി ആയിരുന്നു. ഒരു 6 മാസം നിൽക്കുന്ന, അതായത് നമ്മൾ ഈ കേട്ടിട്ടുണ്ട് രാത്രി 10 മണി തൊട്ട് രാവിലെ 4 മണി വരെ. അതിലൂടെ എല്ലാം എനിക്ക് സഞ്ചരിക്കാൻ പറ്റി റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലും. അതൊരു ഭയങ്കര രസമുള്ള, ഈ പറഞ്ഞ അടുപ്പിച്ചാണല്ലേ റഹ്മാൻ, അത് ഒരാഴ്ച ആക്ച്വലി ഞാൻ ഒരാഴ്ച ഒരു 3 പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരെയും ഒരു തിങ്കളാഴ്ച കമൽ സാറിനെ, ബുധനാഴ്ച MT സാറിനെ, അങ്ങനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല അപ്പം പുള്ളിയുടെ ഒരു ഭയങ്കര, ഇപ്പൊ ഒരു സാധനം പ്ലേ ചെയ്ത് കഴിഞ്ഞ് നമ്മളോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഇതല്ലാണ്ട് ഓക്കെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും അടുത്തേക്ക്. അയ്യോ ഇനിയും സിനിമകളായിട്ട് മ്യൂസിക് ആണ്. അത് തന്നെ പണ്ടേ പറഞ്ഞിട്ട് അറിയാത്ത ഒരു ഏരിയകളിലൊന്നാണ് മ്യൂസിക്. പക്ഷെ ഈ മ്യൂസിക് എങ്ങനെ റഹ്മാനെ പോലത്തെ ഒരു ലെജൻഡ് ആ പ്രോസസ്സ് നടത്തുന്നു എന്നുള്ളത് ആസ് ആൻ ആക്ടർ ഒബ്സർവ് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ പോലും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട് അല്ലേ? ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളി അവസാനം എന്നോട് പറഞ്ഞു, നിങ്ങള് നെക്സ്റ്റ് ടൈം ഷൂട്ട് ചെയ്യാൻ പോകുന്ന മുമ്പ് എന്നോട് പറയണം, ഞാൻ നിങ്ങൾക്ക് സ്ക്രാച്ച് തരാം, അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു, എന്നിട്ട് നമുക്കിത് റീഡിസൈൻ ചെയ്യാം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്. അതെ പുള്ളി എന്നോട് പറഞ്ഞ്, പുള്ളി പടം തീരാറപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം നിങ്ങളായിട്ട് ഇരിക്കണ്ടായിരുന്നു. എന്നോട് തിരിഞ്ഞു തോന്നി, നെക്സ്റ്റ് ടൈം എനിക്ക് നമ്മൾ ആദ്യം ഇരുന്നിട്ട് ഞാൻ സ്ക്രാച്ച് തരാം, അത് ഷൂട്ട് ചെയ്ത് വന്നിട്ട് ഞാൻ പിന്നെ ഫൈൻഡ് വർക്ക് ചെയ്തായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു പടം നന്നാക്കുക എന്നല്ലല്ലോ നമ്മള്. എപ്പോഴാണെങ്കിലും എനിക്ക് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ കയറി ചെന്നിട്ട് പടം ചെയ്യാമെന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ബന്ധം. അതെ 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 രാജ് കമലുമായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൊഡ്യൂസറിന്റെ റെഡി ആയില്ലെങ്കിൽ എനിക്ക് നാളെ അവിടെ കയറി ചെന്നാൽ സിനിമ കിട്ടും. കമൽ സാർ ആക്ച്വലി എപ്പോഴും പറയും, ഈ മറ്റു പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാകാത്ത സിനിമകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ ചെയ്യാം. എക്സ്പെരിമെന്റ്. ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ റീസെന്റ് പോസ്റ്റ് വിക്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബ്രൂട്ട് പോലുള്ളൊരു നാഷണൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം, ഫാഫ ഈസ് അവർ നെക്സ്റ്റ് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു വീഡിയോ സീരീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് 1-2 പ്ലാറ്റ്ഫോമുകളിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ ആക്ടർ എന്നൊക്കെ ഉള്ളത് പലപ്പോഴായിട്ട് ഫഹദ് സംസാരിക്കുമ്പോൾ അതറിയാം. ഫഹദ് എന്ന് പറയുന്ന ആക്ടറിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, ആസ് എ ഹ്യൂമൻ ബീങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സ്റ്റോറികളുടെ പിന്നിൽ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. പടമോ വലിപ്പമോ പണമോ അല്ലെങ്കിൽ ഭാഷയൊന്നും ഇതിൻ്റെ ഒരു പരിഗണനയാവുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഈ കോവിഡ് പോലത്തെ ഒരു പാൻഡമിക്കിലാണ് സിയൂസൂൺ വരുന്നു, മാലിക് വരുന്നു, ജോജി വരുന്നു, തുടർച്ചയായിട്ട് ഇരുള് വരുന്നു, തുടർച്ചയായിട്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഫഹദ് വരുന്ന പടം വരുന്നു. ഇതേ സമയം തന്നെ അതിനു മുമ്പ് അഭിനയിച്ച ട്രാൻസും ഫെബ്രുവരി റിലീസായ ട്രാൻസ് കൂടി ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എൻറ്റയർ ഫഹദിൻ്റെ ഫിലിമോഗ്രഫി ആയിട്ട് ആളുകൾ പോകുന്നു. ഇപ്പം ബംഗാൾ എന്ന് ഫിലിം മേക്കേഴ്സ് ട്വീറ്റ് ചെയ്യുന്നു, മറാഠി ഫിലിം മേക്കേഴ്സ് ട്വീറ്റ് ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ശരിക്കും ഈ കോവിഡിന് മുമ്പൊക്കെ ഇന്ത്യയിലെ മറ്റു ലാംഗ്വേജുകൾ എക്സ്പ്ലോർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജ് സിനിമ ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമോ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അത് ഇപ്പോഴും അങ്ങനത്തെ പ്ലാൻസ് ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മലയാളത്തിലാണ്. അല്ലാതെ എനിക്ക് ഹിന്ദിയിൽ ഇപ്പോൾ ഒരു സിനിമയോ അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്ത സിനിമ ഞാൻ കമൽ സാറിനോടും മഹേന്ദ്രൻ സാറിനോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡബ് ചെയ്ത് അവിടെ കൊണ്ട് ഞാനത് അവരെല്ലാം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എന്റെ തീരുമാനമാണ്. കമൽ സാർ അത് ഒരിക്കലും എന്നോടത് എന്തുകൊണ്ടും ചോദിച്ചിട്ടില്ല. അത് എന്റെ തീരുമാനമാണ്. അപ്പൊ ഞാൻ എന്റെ പ്രൈമറിലി ഇവിടെയാണ് എന്റെ സിനിമ ഇരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കഥകൾ ഇവിടെയാണ്. അപ്പം ഇവിടെ നിന്നൊരു സിനിമ യാത്ര ചെയ്ത് പോകാന്നല്ലാതെ ഞാൻ അവിടെ പോയിട്ട് സിനിമ ചെയ്യുക അതൊക്കെ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടാവുകയാണ്. പ്രൈമറിലി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കേരളം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. ഞാൻ 26-27 വയസ്സിലാണ് ഞാൻ പൂർണ്ണമായിട്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പം ഇപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആണ്. കേരളത്തിലെ പല കഥകൾ പറയാനും സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം
എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇനിയും കുറെ കഥകൾ പറയണം എന്നാണ്. 80s പോലും അതിന് അങ്ങനെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ സീസൺ തീർച്ചയായും. നേരത്തെ പറഞ്ഞപ്പോ ഉയരങ്ങളാണ് പറയുന്നത്. അത് മുമ്പ് സംസാരിക്കുമ്പോൾ സീസൺ ആണ് സംസാരിക്കുന്നത്. അതെ അതെ. ഓരോ സമയത്ത് സീസണൊക്കെ ഞാൻ എപ്പോഴും സീസണൊക്കെ എന്തൊരു പടമാണ്, എപ്പോഴും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു പടമല്ലേ ഭയങ്കര. ഇവിടെ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ചുമ്മാ വന്നിരുന്നാൽ മതി. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇത്തരം ടാഗ് ലൈൻ വരുന്നത് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ളത് നമുക്കറിയാം ട്രൂലി ഡിസർവിംഗ് ആയിട്ട് മലയാളത്തിൽ നിന്ന് പറയാവുന്ന ഒരാൾ ഫഹദ് മാത്രമാണ്. പക്ഷെ അങ്ങനെ വരുന്നത് ഏതെങ്കിലും തരത്തിലൊരു ബാഗേജ് ആയിട്ട് ഇതൊരു ടെൻഷൻ ഫാക്ടർ ആയിട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ നേരത്തെ പോലെ ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഫഹദിന് കിട്ടുന്ന അവിടെ നിന്നുള്ള റിസീവ് ചെയ്യുന്ന രീതി, പരിഗണിക്കുന്ന രീതി, അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം രൺബീർ കപൂർ പുതിയ പടത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യത്തിന് ഉത്തരം എൻറ്റയർലി ഫഹദാണ്. അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ ഇപ്പം അല്ലു അർജുൻ്റെ ഇന്റർവ്യൂവിൽ അല്ലു അർജുൻ പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് റിയാക്ഷൻ നോക്കും. വിജയ് സേതുപതി മലയാളത്തിൽ വന്ന ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നത് ആസ് ആൻ ആക്ടർ എന്നുള്ളതിനേക്കാളും ഭയങ്കര ഈഗോലെസ് ആയിട്ടുള്ള ആളാണ്, വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആണ് ഓരോ റിയാക്ഷൻസ്. അങ്ങനെ ഓരോ ആൾ ഇപ്പം കമൽ സാറ് മറ്റേ മുളക് ബജ്ജിയാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ഒരു പ്രൈസിങ് കൂടി നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ നമ്മളെ തന്നെ ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ള പേടിയൊക്കെ ഉണ്ടോ? ഇത് വലിയ എനിക്ക് എന്താ അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാനത് പറയുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം കുറച്ച് കാലത്തേക്കാണ്. അത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും എല്ലാം. അപ്പൊ അതിലൊന്നും ഞാൻ ഒരിക്കലും അതൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു തീരുമാനങ്ങളോ അതിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുമില്ല. ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന പല പാൻ ഇന്ത്യൻ പ്രോജക്ട്സിലും പാർട്ടാവാൻ വേണ്ടി, അതല്ല നമ്മുടെ ഉദ്ദേശം, അതൊന്നും അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഞാൻ കാണുന്നത് മലയാളത്തിലാണ് ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഐഡിയാസ് നമ്മുടെ പടങ്ങൾ പുറത്തേക്ക് പോവുക, ബാക്കിയെല്ലാം ബോണസ് ആണ്. ഇപ്പം എന്നെ അവിടെ നല്ല പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നതും അവിടെ പോയി പടങ്ങൾ ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ബോണസും ഫ്രണ്ട്ഷിപ്പും ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെയാണ് നമുക്ക് പരമന്റെ കഥ എവിടെയാ ഉള്ളത്. അപ്പൊ അതിനോട് ഇന്റർവ്യൂ ആണെങ്കിലും പുറത്താണെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സംസാരിച്ചു വരുന്നത് ക്യാരക്ടറിനെ കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചായിരിക്കും. ഞാനപ്പോൾ ഒരു സിനിമയെ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും എന്റെ പെർഫോമൻസ് എന്നുള്ളതിനപ്പുറത്ത് ടോട്ടാലിറ്റി എപ്പോഴും എനിക്കൊന്ന് ഓരോ ഘട്ടത്തിലും സിനിമയുടെ ടോട്ടാലിറ്റി എങ്ങനെ വരുന്നു, അത് തിയേറ്റർ ആക്സെപ്റ്റ്, അതാണ് എപ്പോഴും നോക്കുന്നത്. ഓഡിയൻസിന്റെ വ്യൂ എങ്ങനെയാണെന്നൊക്കെയുള്ളത് എപ്പോഴും സിനിമയുടെ ടോട്ടാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലായിരിക്കുമല്ലോ എക്സ്പ്ലോർ ചെയ്യുക. ഓൾറെഡി പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിന്റെ ടോട്ടൽ ഡിസൈൻ, മറ്റ് ആക്ടേഴ്സ് എന്നുള്ളത്, ഡയറക്ഷൻ എന്നുള്ളത് അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലോ ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു സംഗതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനകത്ത് അറിയാം. ഫിലിം മേക്കർ സെൻസിബിലിറ്റി വരുന്നത് ഒരു ആക്ടറിനുള്ള ഒരു അഡീഷണൽ പുഷ്. ഫിലിം മേക്കറിന് വേണ്ട ഡെസിഷൻ മേക്കിംഗ് ക്വാളിറ്റീസ് എനിക്കില്ല. ഒരു ഫിലിം മേക്കറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓക്കെ ഇത് മതി, അല്ലെങ്കിൽ ഇതാ വേണ്ടത്. ആ ഡെസിഷൻ എടുക്കുന്ന ആളാണ് ഏറ്റവും എന്നുവെച്ചാൽ ഒരു ഷിപ്പിലെ ഏറ്റവും പവർഫുൾ ഇൻഡിവിജ്വൽ ആണ് ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ. അയാളുടെ ഡെസിഷൻ ആണ് ബാക്കി എല്ലാവരുടെയും ഇതായിട്ട് വരുന്നത്. അതെ, ഞാൻ അവിടെ ഞാൻ മറ്റുള്ളവർ റിലൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മറ്റുള്ളവരുടെ ഔട്ടിൽ നിന്ന് എനിക്ക് എന്റെ ഒരു ഫൈനൽ സാമ്പിളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ആർട്ട് ഡയറക്ടർ എന്താ ചെയ്യുന്നത്, മ്യൂസിക് ഡയറക്ടർ എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു വ്യക്തമായ ധാരണയിലൊക്കെ എനിക്ക് എന്റെ ക്രാഫ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡെസിഷൻ മേക്കിംഗ് എനിക്ക് ഇല്ലാന്ന് തന്നെ പറയാം. അതുകൊണ്ട് അതൊരു പ്ലാനോ ആലോചനയല്ലേ. ഈ പിന്നെ മലയകുഞ്ഞിന് തൊട്ട് പിന്നാലെ തിയേറ്ററിലേക്ക് തന്നെ നിങ്ങളുടെ പിന്നെ പാൽത്തു ജാൻവർ വരുന്നുണ്ട്. അതും ഒരു തിയേറ്ററിക്കൽ റിലീസ്, എനിക്കൊന്ന് ജോജിക്ക് ശേഷമുള്ള പ്രൊഡക്ഷനിലെ തിയേറ്ററിക്കൽ റിലീസ് കൂടിയാണ്. ഇപ്പം ഫഹദ് അഭിനയിക്കാത്ത പ്രൊജക്ട് പ്രൊഡക്ഷന്റെ പാർട്ട് ആവുന്ന സമയത്ത് അതിന്റെ കഥ കേൾക്കുക, അതിന്റെ ഭാഗം, അതെങ്ങനെ ഏതെങ്കിലും പ്രോസസ്സിനാണ്? ഞാൻ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയെല്ലാ പ്രോസസ്. അതേപോലെ തന്നെ എന്നെ വിളിച്ച് ചെറിയ ചേഞ്ച് പോലും ഉണ്ടെങ്കിൽ അവർ പറയും. അത് ദിലീഷിന് ഷാംലിൻ ക്വാളിറ്റിയാണ്. അത് ഏത് പോയിന്റിലും ഞാൻ ആക്ച്വലി അതിൻ്റെ അകത്ത് ഇനിഷ്യൽ ഡിസ്കഷൻസിൽ ഇരിക്കാന്നല്ലാതെ, പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള എഡിറ്റ് കാണുക എന്നല്ലാതെ ആ എൻറ്റയർ ഷൂട്ട് പ്രോസസ്സിന്റെ സമയത്തൊന്നും ഞാൻ അങ്ങോട്ട് പോകാറോ ലൊക്കേഷനിലൊക്കെ പോകുമായിരിക്കും, സെറ്റിൽ റൂമിൽ പോയി എല്ലാം കാണുമായിരിക്കും. ക്രിയേറ്റീവ്ലി ഒരു രീതിയിൽ ഞാൻ ഇൻവോൾവ് അല്ല. പക്ഷെ എല്ലാ മൈനർ ക്രിയേറ്റീവ് ചേഞ്ചസും എന്നോട് നമ്മൾ പറഞ്ഞ കഥയിൽ നിന്ന് മാറിയ എല്ലാ കാര്യങ്ങളും ഷ്യാം ദിലീഷും അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ അഭിനയിക്കുന്ന പടം പോലെയാണ്. എനിക്ക് അവരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ആ സീൻ ഷൂട്ട് ചെയ്തോ, ഈ സീൻ ഷൂട്ട് ചെയ്തോ, അതെടുത്തോ.
തങ്കം ഇപ്പം ആ തങ്കം ഫഹദിന് വെച്ചാണ് ഞാൻ ചെയ്യായിരുന്ന പടമാണ് അത്. ഇപ്പം വിനീതാണ് ഇപ്പൊ അത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത് കോയമ്പത്തൂർ ലൊക്കേഷനിൽ പോയപ്പം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആ സീൻ ഷൂട്ട് ചെയ്തു, ഈ സീൻ ഷൂട്ട് ചെയ്തു. രസമാണ്. അതൊരു പ്രോസസ്സ് തന്നെ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ. പ്രോസസ് ആണ് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പ്രോസസ്സേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പോസ്റ്റ് റിലീസ് വ്യൂവിംഗ് പോലും അല്ല അല്ലെ, പ്രോസസ്സിലാണ് ഏറ്റവും പോസ്റ്റ് റിലീസ് വളരെ ഹൈ കിട്ടുന്നത് ഈ പ്രോസസ്. തീർച്ചയായും പോസ്റ്റ് റിലീസ് ഞാൻ വളരെ വളരെ ചുരുക്കം പടങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാണുന്നത് തന്നെ ഞാൻ 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കപ്പോഴും കാണുന്നത്. കാരണം ഷൂട്ട് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. ഇത് ഷൂട്ട് ചെയ്ത് ഇത് അടുക്കി വെക്കുന്നവരുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. എന്റെ പ്രോസസ്സും എന്റെ ഹൈയും എല്ലാം അതുവരെയാണ്. അത് കഴിഞ്ഞുള്ള എല്ലാം ഓഡിയൻസിന്റെ കയ്യിലും ഒക്കെയാണ്. അപ്പം ഞാൻ അതിലേക്ക് ഞാൻ അങ്ങനെ ഇന്റർഫിയർ ചെയ്യാറില്ല. അത് അവരെ റെസ്പെക്ട് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുമോ. പക്ഷെ അത് ടിൽ ദാറ്റ് ഇസ് പുട്ട് ടുഗദർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക്, ഇൻക്ലൂഡിങ് പോസ്റ്റേഴ്സ് ഒക്കെ ഔട്ട് പോകുന്നതും അതൊക്കെ അതിന്റെ ഓരോ അല്ലെ ഓരോ ഘട്ടം അല്ലെ. ഇപ്പൊ വിക്രമാണെങ്കിലും പുഷ്പയാണെങ്കിലും ഒരു മാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ് യൂഫോറിയ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പടങ്ങളാണ് അതിന്റെ ഒരു വിഷ്വൽ സ്ട്രക്ചറും സംഗതിയൊക്കെ. പക്ഷെ മലയാളത്തിൽ ഫഹദ് ചൂസ് ചെയ്യുന്ന പടങ്ങൾ അത്തരത്തിലുള്ളതല്ലോ. അങ്ങനെ ഒരു മാസ് ഹെവി ഇപ്പം മാലിക് ഒരു പക്ഷെ തിയേറ്റർ റിലീസ് ആണെങ്കിൽ അത്തരം ആക്സെപ്റ്റൻസ് ആയിരുന്നു വരാനിരുന്നത്. എന്താ അങ്ങനെ ഒരു ആ സിനിമകൾ കൂടി അങ്ങനത്തെ ഒരു അല്ലെ എനിക്ക് ഇവിടെ പറയുന്ന ഇവിടെ ഞാൻ ചെയ്യുന്ന പടങ്ങൾക്ക് എനിക്ക് എന്റെ ഒരു കംഫർട്ട് ലെവൽ ഉണ്ട്. ഇതൊന്നും എനിക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യുന്ന എനിക്ക് ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അതാണ് എന്റെ പ്രയോറിറ്റി. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം കമേഴ്ഷ്യൽ സാധനം ചെയ്താൽ അത് അതിന്റെ വയബിലിറ്റി പുറത്ത് മറ്റു പടങ്ങളെക്കാളും കൂടുതലൊക്കെയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇവിടത്തെ ഒരു പരിപാടി പറഞ്ഞ് എന്താ പറയാ, ഇപ്പൊ നമ്മള് ഇടുക്കിയിലൊരു കഥയോ അല്ലെങ്കിൽ പാലക്കാട് ഒരു കഥയോ ഫോർട്ട് കൊച്ചിയിൽ ഒരു കഥയോ എന്ന് പറഞ്ഞ് ഒരു സിനിമ എപ്പോഴും ജോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു മാസ് പടത്തിൽ ജോഗ്രഫി ഒക്കെ സെറ്റ് ചെയ്ത് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ തീർച്ചയായും ദിലീഷ് ആയിട്ടൊരു മാസ് പടം ചെയ്യാൻ പോവാൻ ചെയ്യാൻ പോവാണ്. അല്ല ഈ തിയേറ്ററിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? കാരണം വെച്ചാൽ പിന്നെ നമുക്കറിയാം അന്ന റസൂലും മഹേഷിന്റെ പ്രതികാരം തിയേറ്ററിൽ അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ടോന്നല്ല. മാറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് അതും കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനത്തെ എല്ലാം തിയേറ്ററിൽ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓഡിയൻസ് അത്ര ഓപ്പൺ ആണ്. അപ്പം അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സും അവരൊക്കെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. തിയേറ്ററിൽ ഏത് തരം പടത്തിനാണ് ആള് വരുന്നത് അറിയില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ചേംബർ തന്നെ മീറ്റിംഗ് വിളിച്ചത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. അങ്ങനെ ഒരു ഓഡിയൻസിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ശരിക്കും? ഇല്ല, ഓഡിയൻസ് ഇപ്പൊ ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യും ഇത് കാണണോ വേണ്ടയോ എന്നുള്ളത്. ഇനീഷ്യൽ കണ്ടന്റിലല്ല. അപ്പൊ നമ്മൾ പറയുന്ന കണ്ടന്റ് ആയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഒരു തിയേറ്ററിൽ വന്ന് തന്നെ കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഇവിടുത്തെ ആൾക്കാരുടെ അത്രയും എന്താ പറയുക, സിനിമ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ സീരിയസ് അപ്രോച്ച്. അതെ, എന്ന് വെച്ചാൽ പത്മനാഭൻ സാറിന്റെയും ശശി സാറിന്റെ ഒക്കെ പഴയ പടങ്ങളൊക്കെ എടുത്ത് റിവ്യൂ. അപ്പൊ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നാച്ചുറലി അവരെ എക്സൈറ്റ് ചെയ്യുന്ന കണ്ടന്റ് തിയേറ്ററിൽ എത്തിയാൽ അത് ഏത് സ്വഭാവത്തിലുള്ള പടമാണെങ്കിലും തിയേറ്ററിൽ ആദ്യം ആൾക്കാർ കയറും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ താങ്ക് യു.